ഈ വെക്കേഷനിൽ നമ്മളെ ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ പോവാണ്. പോകുന്നത് വയനാട്ടിലേക്കാണ്. അവിടെ എയർബിഎൻബി വഴി ബുക്ക് ചെയ്ത ഒരു ഐബ്സ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ട്. മാനന്തവാടി എത്തണ്ട, അതിന് മുമ്പായിട്ടാണ്. അപ്പൊ നമ്മള് താമരശ്ശേരി ചുരം വഴിയാണ് പോകുന്നത്. അപ്പോൾ ഓൺ ദ വേ ചെറുതായിട്ടൊരു റോഡ് ബ്ലോക്ക് ഉണ്ടായിട്ട് അവിടെ പണി നടക്കുവാണ്. അപ്പൊ നമ്മൾ ഇറങ്ങിയിരുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ നല്ല ഭംഗിയുണ്ട് മലകളൊക്കെ കാണാൻ. കോഴിക്കോട് നിന്ന് നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിലേക്ക് ഏകദേശം ഒരു 2 അവേഴ്സിൻ്റെ അടുത്തേ ഡിസ്റ്റൻസ് ഉള്ളൂ. നമ്മൾ പുലർച്ചെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേഗം എത്തി. അപ്പോൾ ഏർലി ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ലല്ലോ, 12 മണിക്ക് 2 മണിക്കാണ് ചെക്ക് ഇൻ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ അടുത്ത് നിയറസ്റ്റ് ആയിട്ട് ഇതാണ് ഒരു സ്പോട്ടുള്ളത് നോക്കിയപ്പോൾ മീൻമുട്ടി വാട്ടർഫോൾസ് കണ്ടു. അപ്പം എല്ലാം അവിടെ നിർത്തി അങ്ങോട്ട് പോവുകയാണ്. കുറച്ച് സ്റ്റെപ്സ് കയറാനുണ്ട് കേട്ടോ. ആ സ്റ്റെപ്സ് കയറി പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി അങ്ങനെ നമ്മൾ ആ വാട്ടർഫോൾസിലെത്തും. അവിടുന്ന് ഗാർഡ്സ് പറയുന്നുണ്ടായിരുന്നു ഒരുപാട് വെള്ളം ഇല്ല, ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് മഴയൊക്കെ കുറവാണ്, വെള്ളമില്ല. പക്ഷേ ആ വെള്ളം ചാടുന്ന തൊട്ട് താഴെ കുറച്ച് ഡെപ്ത് ഉണ്ട്, അങ്ങോട്ട് പോകരുത്. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. സ്റ്റെപ്പ് ഇറങ്ങി വന്നു. കുറച്ച് ഒരു ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു കുഞ്ഞി വഴിയുണ്ട്, അതിലൂടെ കുറച്ച് ഉരുളൻ കല്ലുകളൊക്കെ ഉണ്ട്. അതൊക്കെ കയറി നമ്മളൊരു മരത്തിൻ്റെ ചോട്ടിലിരുന്ന് കുറേ നേരം ഇരുന്ന് കളിച്ചു. ഈ മീനിനെ കാണാൻ ഇവിടെ കുറേ ഉണ്ട്. ഈ ടൈപ്പ് മീൻ, ഒരു ഓറഞ്ചിൽ ബ്ലാക്ക് വരവരയുള്ളൊരു മീൻ. ഈ ഉരുണ്ട പാറയിൽ കൂടെ കയറിയാണ് നമ്മൾ കുറച്ച് കാട് പോലത്തെ, അധികം ഉള്ളോട്ടൊന്നും അല്ല കേട്ടോ, സേഫായ സ്ഥലമാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു മരത്തിൻ്റെ ചോട്ടിലിരുന്നു. അതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു കുഴിയിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് സേഫായിട്ട് അവിടെ ഇരുന്ന് കളിക്കാം. അപ്പോൾ അവരവിടെ ഇരുന്ന് കല്ല് പെറുക്കിയും നല്ല ഭംഗിയുള്ള ഉരുണ്ട കല്ലുകൾ കിട്ടും, പല 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 കളറിൽ, അതായത് പിങ്ക് ഷെയ്ഡിൽ, ബ്ലാക്ക് ഷെയ്ഡിൽ, അങ്ങനെ പല പല കളറിൽ. അപ്പോൾ അവരതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അരച്ചും ഇലയൊക്കെ എടുത്തിട്ട് അരയ്ക്കുന്നു, കളിക്കുന്നു. പിന്നെ വെള്ളത്തിലേക്ക് കല്ലെടുത്ത് പെറുക്കിയിടുന്നു. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് കളിച്ചു. പിന്നെ അവിടെ കണ്ട ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ പൂമ്പാറ്റ. എന്തൊരു നല്ല കളറാണെന്ന് പറയും, ഒരു പ്രത്യേക തരം ബ്ലൂ കളറ്. നമ്മളവിടെ നിന്നും കാണുന്നതിനേക്കാളും ഒരു ഫ്ലൂറസൻ പൂമ്പാറ്റകൾ. അങ്ങനെ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ റിസോർട്ടിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു 1 o'clock ആകുമ്പോൾ ചെക്ക് ഇൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിക്കാനുള്ള ഫുഡൊക്കെ പാഴ്സൽ വാങ്ങി നേരെ റിസോർട്ടിലേക്ക് വിട്ടു. ഇതാണ് നമ്മുടെ റിസോർട്ട് ഐബ്സ്. നമ്മൾ എയർബിഎൻബി വഴിയാണ് ബുക്ക് ചെയ്തത്. ഇതൊരു ഫുൾ വില്ലയാണ്. 2 ബെഡ്റൂമും ഒരു കിച്ചണും ഒരു കോമൺ ഏരിയയും ഒരു ഡൈനിങ് ഏരിയ ഒക്കെ ആയിട്ട് 2 ബാത്റൂമും ഒരു സെപ്പറേറ്റ് നമുക്ക് പ്രൈവറ്റായിട്ട് ഒരു പൂളും ഉള്ള ഒരു വില്ല. അതിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങും ഫ്രണ്ടിലെ ഗാർഡനും ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ഈ ഒരു നമുക്ക് അത്രയും പ്രൈവസിയാണ്. ഈ ഒരു വീട് ഫുള്ള് നമുക്ക് ഒറ്റയ്ക്ക് കിട്ടും. നല്ല വിശാലമായ മുറ്റമൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടി. നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഉള്ളിലൊക്കെ കാണാം. ഫ്രണ്ടിലൊക്കെ വലിയ വരാന്തയാണ്, അതിങ്ങനെ സൈഡ് വരെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സുഖമായിട്ടിരുന്ന് രാത്രി കഥ പറയാനും ഒക്കെ എളുപ്പം, നല്ല അടിപൊളിയാണ്. കയറുമ്പോൾ 2 ഡോറുണ്ട് കേട്ടോ. ഒരു ഡോറിൽ കൂടെ കയറിയാൽ നേരെ നമ്മൾ ഈ സോഫയൊക്കെ ഇട്ട് ഈ ഒരു ലിവിങ് ഏരിയയിലേക്ക് എത്തും. അവിടെ ഒരു ക്യാരം ബോർഡൊക്കെ ഉണ്ട്, നമുക്കതൊക്കെ കളിച്ചിരിക്കാം. നെക്സ്റ്റ് ഡൈനിങ് റൂം, പിന്നെ ഒരു കോമൺ വാഷ് ഏരിയ ഉണ്ട്. ഇതൊരു ബെഡ്റൂമാണ്, ബാത്ത് അറ്റാച്ച്ഡ് ആണ് റൂം. ഒരു സെപ്പറേറ്റ് കബേർഡ് ഉണ്ട്, എക്സ്ട്രാ ബെഡും ഉണ്ട് കേട്ടോ അവിടെ. ഇത് 2ാമത്തെ ബെഡ്റൂം, സെയിം ആണ്. ഈ ബെഡ്റൂമിൽ നിന്ന് പൂളിലേക്ക് വ്യൂ ഉണ്ട് തോന്നുന്നു. ബാത്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്, വെൽ മെയിൻറ്റെയിൻഡ് പ്രോപ്പർട്ടിയാണ്. ഇനി നമുക്കൊരു കിച്ചണും കൂടെ ഉണ്ട്. വരുമ്പോൾ അവർ നമുക്ക് ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കിച്ചണിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പൂളിലേക്ക് ഇറങ്ങി. മക്കളെ ഫേവറേറ്റ് ഏരിയ ആണല്ലോ. പൂളിൽ അത്യാവശ്യം നന്നായിട്ട് കളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയും പെയ്തു. അപ്പം പൂളിൽ നല്ല ചൂടുവെള്ളവും മുകളിൽ നിന്ന് നല്ല തണുത്ത മഴയൊക്കെ പെയ്തിട്ട് ആ പൂളിലെ ടൈം അടിപൊളിയായിരുന്നു. അത്യാവശ്യം 2 മണിക്കൂറൊക്കെ ഞങ്ങൾ പൂളിൽ കളിച്ചിട്ടുണ്ടാകും. പിന്നെ അത് കഴിഞ്ഞ് അകത്ത് കയറി പുറത്ത് പോയിട്ട് രാത്രിക്കത്തേക്കുള്ള ഫുഡൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. രാത്രി പൂക്കളുടെയൊക്കെ ഒരു ബ്യൂട്ടി വേറെ തന്നെയാണ് കേട്ടോ, വേറൊരു ഭംഗിയാണ്. പുറത്തൊക്കെ പോയിട്ട് നമുക്ക് കാഴ്ച കാണാനൊക്കെ നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു, കുറച്ച് ബുൾസൈ, പിന്നെ അവരുടെ അടുത്തൊരു കടയിൽ നിന്ന് ഓർഡർ ചെയ്ത ബീഫും ചിക്കൻ കറിയും ബട്ടർ നാനും പൊറോട്ടയൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. രാത്രിയുള്ള പൂളിന്റെ വ്യൂ ആണ് കേട്ടോ ഇത്. രാത്രി എല്ലാത്തിനും ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് ഉറങ്ങി. പിന്നെ രാവിലെ എണീറ്റു. വേറെ ആരും എണീറ്റിട്ടില്ല, ഞാൻ മാത്രമേ എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ.
അപ്പൊ മെല്ലെ പുറത്തൊക്കെ ഒന്ന് പോയി. അപ്പൊ മഴ പെയ്തിട്ട് മുറ്റൊക്കെ ഇങ്ങനെ നനഞ്ഞു കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറെ പൂവുകൾ ഇങ്ങനെ കൊഴിഞ്ഞു വീണ് കിടക്കുന്നു. ബാക്കിയുള്ള പൂക്കളിലൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളികളൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറച്ചു നേരം അതിലൂടെയൊക്കെ നടന്നു. ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചു. ഈ സൺറൈസ് ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. രാവിലെ അവിടെ ആ ഫ്രണ്ടിലിരുന്ന് കസേരയിലിരുന്ന് ഇതൊക്കെ കണ്ട് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു കുറേ നേരം. ഒരുപാട് പൂക്കളുണ്ട്, വെറൈറ്റി വെറൈറ്റി. വയനാട്ടിന്റെ ഒരു പ്രത്യേകതയാണല്ലോ, എന്ത് പൂവും നന്നായിട്ട് തഴച്ച് വളരും. അങ്ങനെ കുറേ നേരം ആ മുറ്റത്ത് എങ്ങനെ സ്പെൻഡ് ചെയ്തിരുന്നു. അതിൻ്റെ ഇടയിൽ പാർവതി എണീറ്റ് വന്നു. അവളും കുറേ പൂവൊക്കെ നിലത്ത് വീണെടുക്കുന്ന പൂക്കളൊക്കെ പെറുക്കി എനിക്കൊരു ബൊക്കെയൊക്കെ ഉണ്ടാക്കി കൊണ്ട് ഗിഫ്റ്റ് ചെയ്തു. ആ സമയത്ത് ബാക്കി എല്ലാവരും എണീറ്റ് വന്നു. പിന്നെ ഒരു 8:30 ഒക്കെ ആയപ്പം ഇവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നമ്മൾ തലേ ദിവസം ചോദിക്കും എന്തൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ മിക്സ് ആയിട്ട് ഓർഡർ ചെയ്ത് പൂരി, പുട്ട്, പഴം, കടലക്കറി, എഗ്, ഒരു മുട്ടക്കറി, പിന്നെ ഇന്നലത്തെ കുറച്ച് ബീഫൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അതെല്ലാം കൂടി എടുത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി ഇവരുടെ തന്നെ പ്രോപ്പർട്ടി ജസ്റ്റ് ഒന്ന് നടന്നു കണ്ടു. അപ്പോൾ അവർക്ക് ചെറിയൊരു കപ്പിൾ കോട്ടേജ് ഉണ്ട് തൊട്ടടുത്ത്. അതിൻ്റെ വ്യൂ ആണ് ഈ ഫ്രണ്ട് കാണുന്നത്. അവിടേക്ക് ഒന്ന് പോയി നോക്കി. ആ ചുറ്റുപാടും കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്നു. പിന്നെ തിരിച്ച് വന്നു, പാക്ക് ചെയ്തു. തിരിച്ച് പോകാനുള്ള സമയമായി. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. മെല്ലെ ആ റിസോർട്ടിനോട് ബായ് പറഞ്ഞു നമ്മൾ പോയി. നല്ല പ്രൈവസി ഉള്ള നല്ലൊരു സ്ഥലമാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ബായ്.